ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാതത്തിലെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പറയുന്നു. ഒരു ഗ്രാമത്തിൽ ഒരു വൃദ്ധൻ താമസിച്ചിരുന്നു. ഗ്രാമം മുഴുവൻ അവനെ കണ്ടുമടുത്തു. അവൻ എപ്പോഴും വിഷാദത്തിലായിരുന്നു. നിരന്തരം പരാതികളോടുകൂടിയ ഒരു മോശം മാനസികാവസ്ഥയിലായിരുന്നു അയാൾ. ആയുസ് കൂടുന്തോറും അദ്ദേഹം കൂടുതൽ ദുഷ്ടനായി. അയാൾക്കൊരു പകർച്ചവ്യാധി വന്നപ്പോൾ ആളുകൾ അദ്ദേഹത്തെ ഒഴിവാക്കാൻ പരമാവധി ശ്രമിച്ചു. മറ്റുള്ളവരിൽ അസന്തുഷ്ടിയുടെ വികാരം സൃഷ്ടിച്ചു. പക്ഷേ ഒരു ദിവസം അദ്ദേഹത്തിന് 80 വയസ്സ് തികഞ്ഞപ്പോൾ അവിശ്വസനീയമായ ഒരു കാര്യം സംഭവിച്ചു. തൽക്ഷണം എല്ലാവരും ആ ശ്രുതി കേൾക്കുവാൻ തുടങ്ങി. വൃദ്ധൻ സന്തോഷവാനാണ്, ഒന്നിനെക്കുറിച്ചും പരാതിപ്പെടുന്നില്ല. പുഞ്ചിരിയും തിളക്കവുമുള്ള മുഖവുമായി അദ്ദേഹത്തിൻ്റേത്. ഗ്രാമവാസികൾ മുഴുവനും അയാൾക്ക് ചുറ്റും കൂടി. നിനക്കെന്തു പറ്റി എന്ന് ചോദിച്ചു. വൃദ്ധൻ പറഞ്ഞു, പ്രത്യേകിച്ചൊന്നുമില്ല. 80 വർഷമായി ഞാൻ സന്തോഷത്തിന് പിന്നാലെ ഓടുകയാണ്. അത് ഉപയോഗശൂന്യമായിരുന്നു. പിന്നെ ഞാൻ സന്തോഷമില്ലാതെ ജീവിക്കാനും ജീവിതം ആസ്വദിക്കുവാനും തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ സന്തോഷവാനായിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുടെ മധ്യത്തിൽ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കർത്താവിൽ സന്തോഷിക്കുവാനാണ്, എപ്പോഴും സന്തോഷിക്കുവാനാണ്. നമ്മുടെ നിരാശപ്പെടുത്തുന്നതും കൈപ്പേറിയുമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ നമുക്കത് സാധ്യമാകുന്നുണ്ടോ? വിശ്വാസ ജീവിതത്തിൽ പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ കർത്താവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടി ആ സന്തോഷം പൂർണ്ണമാകുവാൻ തക്കവണ്ണം ഈ പ്രഭാതത്തിലെ വചന കേൾവി നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവെ, ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളുടെ മധ്യത്തിൽ പൗലോസ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ സന്തോഷിക്കുവാൻ തക്കവണ്ണം, കർത്താവിൽ സന്തോഷിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ഇവിടുന്ന് സഹായിക്കണമേ. ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവെ ഞങ്ങൾ ദുഃഖിക്കുവാനോ നിരാശപ്പെട്ടു പോകുവാനോ അവിടുന്ന് അനുവദിക്കരുത്. പ്രത്യാശയുള്ള ജീവിതത്തിന് ഉടമകളായി ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.